അപ്പോൾ ചിക്കൻ കറി വയ്ക്കാനായിട്ട് ഉരുളി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് അതൊന്ന് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിനുള്ള സവാള ഇട്ട് ഇത്തിരി ഉപ്പ് ഇട്ട് അതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്ത് അപ്പോൾ ഫ്രീസറിൽ മാങ്ങയുടെ മാംസം ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്തൊന്ന് മാങ്ങാക്കറിക്ക് വേണ്ടി അടപ്പത്തിട്ടിട്ടുണ്ട്. പിന്നെ തോരൻ വെക്കുന്ന ക്യാപ്സിക്കം തോരനാണ് വെക്കുന്നത്. പിന്നീട് ചിക്കൻ്റെ കുറച്ച് ബോൺലെസ് ആയിട്ട് വാങ്ങിച്ചത് അതൊന്ന് കണ്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ സവാളയൊക്കെ വഴന്ന് വന്നാൽ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്ത് നന്നായി അതിൻ്റെ പച്ചമണം പോകണേ അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് ചിക്കനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് അവിടെ കിടന്നൊന്ന് വേവട്ടെ. അപ്പോൾ നമ്മുടെ മാങ്ങാക്കറിക്ക് വേണ്ടി ഞാൻ അരപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. ലാസ്റ്റിൽ മാങ്ങാക്കറിയിൽ കടുകൂടെ വറുത്ത് ചേർക്കണം. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് വെള്ളമൊക്കെ വറ്റി ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ചിക്കനിലൂടെ കടു വറുത്ത് ചേർക്കണം. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനും ഞാനൊന്ന് കടുക് വറുത്ത് ചേർത്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.